ഹലോ അളിയ പറയടാ. ഞാൻ അമ്മയായിട്ട് കുടുംബത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യായിരുന്നു. എന്താ കാര്യം? എടാ അളിയ, നിന്റെ CV ഒന്ന് പെട്ടെന്ന് അയച്ചേ. എന്റെ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, അർജന്റ് റിക്വയർമെന്റാ. അളിയ ശരിക്കും? താങ്ക്സ് ഡാ, താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴാണ് ഇന്റർവ്യൂവിന് വരണ്ടേ? ഇന്റർവ്യൂ ഒന്നും വേണ്ടടാ, ഡയറക്റ്റ് ജോയിനിങ് ആ. ഞാൻ സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 50K പെർ മന്ത് സ്റ്റാർട്ടിങ്ങിൽ കിട്ടും, പിന്നെ നിന്റെ കഴിവ് പോലെ. അളിയ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ലടാ, കാരണം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാ. ഇത് ശരിക്കും എനിക്കൊരു കച്ചി തരുമ്പാ. താങ്ക്സ് ഡാ, താങ്ക് യു സോ മച്ച്. അയ്യേ, നീ എന്തിനാണ് അങ്ങനെ ഫോർമലാവുന്നേ? നിന്റെ അവസ്ഥക്ക് എനിക്കറിയാം. ഉറ്റ സുഹൃത്തിനെ എന്നെ കൊണ്ടാവുന്ന ഒരു സഹായം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളൊക്കെ എന്തിനാളിയാ ഫ്രണ്ട്സാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യട്ടടാ. നാളെ വേണ്ടടാ, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് മതി. അപ്പോഴേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. നീ റിസൈൻ ചെയ്യുവാണോ? ആ, എന്റെ വേക്കൻസിയിലാണല്ലോ നീ കേറുന്നേ. അളിയ എന്തിനാടാ? എനിക്ക് വേണ്ടിയാണ് നീ ജോലി ഉപേക്ഷിക്കുന്നത്? കൊല, ഇവിടെ ഒടുക്കത്തെ പ്രഷറും സ്ട്രെസ്സാ, തലയൊക്കെ പെരുക്കാണ്. പോരാത്തതിന് ചീത്തവിളിയും തെറിയും വേറെ. സമാധാനം ഇല്ല അളിയാ. ഇനി ഞാൻ ഇവിടെ നിൽക്കുകയാണെ എനിക്ക് വല്ല മെന്റലോ ഇല്ലേ ഇവിടുത്തെ 8ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ നിവർത്തിയുള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാടാ, എനിക്ക് മടുത്തു അളിയാ. അട ഗൊമ്മാലെ, നീ മറ്റന്നാ തന്നെ വന്ന് ജോയിൻ ചെയ്യണം കേട്ടോടാ, അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. നീ ഉറ്റ സുഹൃത്തല്ലടാ, ചെറ്റ സുഹൃത്താടാ, ചെറ്റേ.